വയനാട്ടിലെ സുൽത്താൻ ബത്തേരിക്കടുത്ത് പച്ചപ്പും മൂടൽമഞ്ഞും പുതച്ച ഒരു കൊച്ചു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലെ പ്രധാന റോഡിന്റെ അരികിലായി പായൽ പിടിച്ച ഭിത്തികളും തുരുമ്പിച്ച മേൽക്കൂരയുമുള്ള ഒരു ചെറിയ കട കാണാം. ആ കടക്ക് മുന്നിൽ തൂക്കിയിട്ടിരിക്കുന്ന പഴയൊരു ടയറാണ് അതൊരു സൈക്കിൾ റിപ്പയറിംഗ് കടയാണെന്നുള്ളതിന്റെ ഏക അടയാളം. അവിടെയാണ് പ്രകാശൻ താമസിക്കുന്നത്. 35 വയസ്സുള്ള പ്രകാശൻ ആ നാട്ടുകാർക്ക് വെറുമൊരു മെക്കാനിക് മാത്രമല്ല, അവരുടെ സൈക്കിൾ ബായ് ആണ്. പ്രകാശന്റെ ജീവിതം ആ കടക്കുള്ളിൽ ഒതുങ്ങുന്നതാണ്. രാവിലെ കൃത്യം 5 മണിക്ക് അവൻ ഉണരും. കടക്കു പിന്നിലെ ചെറിയ മുറിയിൽ ഒറ്റക്കാണ് താമസം. മാതാപിതാക്കൾ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. സഹോദരങ്ങളോ ബന്ധുക്കളോ ആരുമില്ല. എങ്കിലും അവന്റെ മുഖത്ത് എപ്പോഴും ഒരു പ്രത്യേക തരം ശാന്തതയുണ്ടാകും. വസ്ത്രങ്ങളിൽ എപ്പോഴും ഗ്രീസിന്റെയും കരിയുടെയും കറ പുരണ്ടിരിക്കും. കൈനഖങ്ങൾക്കിടയിൽ എണ്ണമയമുണ്ടാകും. പക്ഷേ ആ കൈകൾക്ക് ഒരു പ്രത്യേക മാന്ത്രികതയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. എത്ര വലിയ കേടുപാടുള്ള സൈക്കിളും പ്രകാശന്റെ കയ്യിൽ കിട്ടിയാൽ പുത്തൻ പോലെയാകും. കട തുറക്കാൻ പ്രകാശനൊട്ടും വൈകിക്കില്ല. 6 മണിക്ക് തന്നെ ഷട്ടർ ഉയർത്തും. കാരണം ആ സമയത്താണ് ദൂരെയുള്ള ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കുട്ടികൾ സൈക്കിൾ ചവിട്ടി പോകുന്നത്. വയനാട്ടിലെ കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും നിറഞ്ഞ പാതകളിലൂടെ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് പെൺകുട്ടികൾ സ്കൂളിലെത്തുന്നത്. ആ യാത്രക്കിടയിൽ ആരുടെയെങ്കിലും സൈക്കിൾ ചെയിൻ ഊരിപ്പോയാലോ ടയർ പഞ്ചറായാലോ അവർക്ക് ആശ്രയിക്കാൻ പ്രകാശൻ മാത്രമേയുള്ളൂ. ചേട്ടാ, ഇതിന്റെ ബ്രേക്ക് ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞു വരുന്ന കുട്ടികളോട് അവൻ പുഞ്ചിരിയോടെ പെരുമാറും. പണി കഴിഞ്ഞ് കുട്ടികൾ പൈസ ചോദിക്കുമ്പോൾ അവൻ പറയും, നിന്റെ കയ്യിൽ എത്രയുണ്ടെന്ന് വെച്ചാൽ അത് തന്നോളൂ മോളെ. ചില കുട്ടികൾ പറയും, ചേട്ടാ ഇന്ന് അച്ഛൻ പൈസ തന്നില്ല, നാളെ തരാം. അപ്പോൾ പ്രകാശൻ ഗൗരവത്തിൽ പറയും, പൈസയുടെ കാര്യം വിട്ടേക്ക്, സ്കൂളിൽ പോകാൻ വൈകണ്ട, വേഗം പൊയ്ക്കോ, നന്നായി പഠിക്കണം. പ്രകാശന്റെ ഈ സ്വഭാവം ആ നാട്ടിലെ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. കയ്യിൽ പണമില്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടിയുടെയും പഠനം മുടങ്ങരുത് എന്നത് പ്രകാശന്റെ ഒരു നിർബന്ധമായിരുന്നു. ആൺകുട്ടികൾ പലപ്പോഴും ബസ്സിലും നടന്നും പോകുമ്പോൾ പെൺകുട്ടികൾക്ക് സൈക്കിൾ വലിയൊരു കരുത്തായിരുന്നു. അവരുടെ ആ കരുത്ത് ചോർന്നു പോകാതെ പ്രകാശൻ കാത്തു സൂക്ഷിച്ചു. ചിലപ്പോഴൊക്കെ നാട്ടിൽ ചിലർ ചോദിക്കും, പ്രകാശ നീ എന്തിനാ ഇങ്ങനെ നഷ്ടത്തിനു പണിയെടുക്കുന്നത്, നിനക്കും ജീവിക്കേണ്ടേ? അവൻ അപ്പോൾ ആകാശത്തേക്ക് നോക്കി ഒന്ന് ചിരിക്കും. എനിക്ക് ജീവിക്കാൻ വലിയ ആഡംബരമൊന്നും വേണ്ടല്ലോ ചേട്ടാ. ഈ കുട്ടികൾ ചിരിച്ചുകൊണ്ട് സ്കൂളിൽ പോകുന്നത് കാണുന്നതാണ് എന്റെ ഏറ്റവും വലിയ ലാഭം. ഗ്രീസും ഓയിലും പുരണ്ട ആ കൊച്ചു കടയിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ സൈക്കിളും പ്രകാശന്റെ നന്മയുടെ കഥകൾ കൂടി വഹിച്ചുകൊണ്ടാണ് ഗ്രാമത്തിന്റെ വഴികളിലൂടെ ഓടിക്കൊണ്ടിരുന്നത്. വയനാട്ടിലെ ഇടവഴികളിൽ മഞ്ഞു വീണ ഒരു തണുത്ത പ്രഭാതം. പ്രകാശൻ തന്റെ കടയിൽ ഒരു പഴയ സൈക്കിളിന്റെ ടയർ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് റോഡിലൂടെ കിതച്ചുകൊണ്ട് ഒരു പെൺകുട്ടി തന്റെ സൈക്കിൾ തള്ളി വരുന്നത് അവൻ കണ്ടത്. അവളുടെ മുഖം വിളറിയിരുന്നു. നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞിരുന്നു. സ്കൂൾ യൂണിഫോം അല്പം പഴയതാണെങ്കിലും വളരെ വൃത്തിയോടെയാണ് അവൾ ധരിച്ചിരുന്നത്. ആ തുരുമ്പിച്ച സൈക്കിളിന്റെ ഓരോ ചക്രവും കറങ്ങുമ്പോൾ വലിയ ശബ്ദമുണ്ടാകുന്നുണ്ട്. കടയുടെ മുന്നിലെത്തിയപ്പോൾ അവൾ ആ സൈക്കിൾ സ്റ്റാൻഡിൽ വെക്കാൻ പോലും കഴിയാതെ തളർന്നു നിന്നു. ചേട്ടാ, ഇതൊന്ന് ശരിയാക്കി തരാമോ? വളരെ താഴ്ന്ന സ്വരത്തിൽ അവൾ ചോദിച്ചു. അവളുടെ ശബ്ദത്തിൽ ഒരു വലിയ പേടി കലർന്നിരുന്നു. പ്രകാശൻ പണി നിർത്തി എഴുന്നേറ്റു. അവൻ ആ സൈക്കിൾ പരിശോധിച്ചു. അതൊരു സൈക്കിൾ എന്ന് വിളിക്കാൻ പോലും കഴിയാത്ത വിധം തകർന്നിരുന്നു. മുൻവശത്തെ ടയർ പൂർണ്ണമായും കീറിയിരിക്കുന്നു. ചെയിൻ വല്ലാതെ അയിഞ്ഞു പോയിരിക്കുന്നു. ഇതിലുപരി ബ്രേക്കുകൾ ഒട്ടും പ്രവർത്തിക്കുന്നില്ലായിരുന്നു. മോളെ, ഇതിന്റെ അവസ്ഥ വളരെ മോശമാണ്. ടയറും ട്യൂബും പുതിയതിടണം, ബ്രേക്ക് കേബിളുകൾ മാറ്റണം. എല്ലാം കൂടി നോക്കിയാൽ വലിയൊരു തുക വരും. ഇതിലും നല്ലത് പുതിയൊരു സൈക്കിൾ വാങ്ങുന്നതാണ്, പ്രകാശൻ സത്യസന്ധമായി പറഞ്ഞു. ഇത് കേട്ടതും ആ പെൺകുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വിറക്കുന്ന കൈകളോടെ അവളുടെ ബാഗിനുള്ളിൽ നിന്ന് മടക്കി വെച്ച ഒരു 200 രൂപ നോട്ട് പുറത്തെടുത്തു. ചേട്ടാ, എന്റെ കയ്യിൽ ആകെ പൈസയേ ഉള്ളൂ. ഇതുകൊണ്ട് ശരിയാക്കാൻ പറ്റുന്നിടത്തോളം ഒന്ന് ശരിയാക്കി തരുമോ? എന്റെ വീട് ഇവിടെ നിന്ന് 8 കിലോമീറ്റർ ദൂരെയുള്ള കാടിന്റെ അതിർത്തിയിലാണ്. ഈ സൈക്കിൾ ഇല്ലെങ്കിൽ എനിക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ല. ഇക്കൊല്ലം 10ാം ക്ലാസ് ആണ്, എനിക്ക് പഠിക്കണം, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. പ്രകാശൻ ആ പെൺകുട്ടിയെ കുറച്ചു നേരം നോക്കി നിന്നു. അവളുടെ കണ്ണുകളിൽ കണ്ടത് വെറും സങ്കടമായിരുന്നില്ല, പഠിക്കാനുള്ള അതിയായ ആഗ്രഹവും സാഹചര്യങ്ങളോടുള്ള പോരാട്ടവുമായിരുന്നു. വീട്ടിൽ വേറെ ആരുമില്ലേ മോളെ? അവൻ മെല്ലെ ചോദിച്ചു. അമ്മ മരിച്ചുപോയി ചേട്ടാ. അച്ഛൻ തോട്ടം തൊഴിലാളിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അസുഖം കാരണം കിടപ്പിലാണ്. ആകെ ഈ സൈക്കിളായിരുന്നു എന്റെ ഏക ആശ്വാസം, അവൾ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. ആ വാക്കുകൾ പ്രകാശന്റെ ഹൃദയത്തിൽ ഒരു വാള് പോലെ തറച്ചു. സ്വന്തമായി ഒന്നുമില്ലാത്തവന്റെ വേദന അവന് നന്നായി അറിയാം. അവനൊന്നും ആലോചിച്ചില്ല. കടയുടെ പിന്നിലെ
ഇരുട്ടുമുറിയിൽ നിന്ന് അവൻ തന്റെ സ്വന്തം സൈക്കിൾ പുറത്തെടുത്തു. നീല നിറമുള്ള തിളങ്ങുന്ന പുതിയ ടയറുകളുള്ള അവന്റെ ഏക സമ്പാദ്യം. അവനത് ആ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ചു. ദാ ഇതെടുത്തോളൂ, ഇനി മുതൽ ഇത് നിന്റേതാണ്. ഇത് നല്ല കണ്ടീഷനാണ്, നിനക്ക് ധൈര്യമായി സ്കൂളിൽ പോകാം. അവൾ അമ്പരന്നു പോയി. വേണ്ട ചേട്ടാ, ഇത് ചേട്ടന്റെ സൈക്കിൾ അല്ലേ, എനിക്കിത് വേണ്ട. പ്രകാശൻ അവളുടെ തലയിൽ തലോടി. എനിക്ക് സൈക്കിളിന്റെ ആവശ്യമില്ല മോളെ, എനിക്ക് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. പക്ഷേ നിനക്കിത് ആവശ്യമാണ്. നിന്റെ കൈവശമുള്ള പൈസ നീ തന്നെ വെച്ചോളൂ. അച്ഛന് മരുന്ന് വാങ്ങാൻ അത് ഉപകരിക്കും. മോൾ എനിക്ക് തരേണ്ട ഒരേ ഒരു പ്രതിഫലം നന്നായി പഠിക്കുക എന്നത് മാത്രമാണ്. ആ പെൺകുട്ടിക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് നന്ദിയുടെ കണ്ണുനീർ ഒഴുകി. അവൾ താഴെ കുനിഞ്ഞ് പ്രകാശന്റെ പാദങ്ങളിൽ തൊട്ട് വന്ദിച്ചു. പ്രകാശൻ പരിഭ്രമിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു. എന്താണിത് മോളെ, നീ വേഗം സ്കൂളിൽ പോകാൻ നോക്ക്. അവൾ ആ പുതിയ സൈക്കിളിൽ കയറി ദൂരേക്ക് മറിയുന്നത് നോക്കി നിൽക്കുമ്പോൾ പ്രകാശൻ തന്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത ഒരു ആത്മസംതൃപ്തി തോന്നി. കയ്യിലുണ്ടായിരുന്ന ഏക സമ്പാദ്യം നൽകിയെങ്കിലും അവന്റെ മനസ്സ് നിറയെ സന്തോഷമായിരുന്നു. ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ തനിക്ക് കഴിഞ്ഞു എന്ന ബോധം അവനെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റി. എന്നാൽ ഇതേ വഴിയിലൂടെ തന്നെയാണ് തന്റെ ജീവിതത്തിലേക്ക് പുതിയൊരു വെളിച്ചം വരാനിരിക്കുന്നതെന്ന് അവൻ അപ്പോൾ അറിഞ്ഞില്ല. ആ പെൺകുട്ടിക്ക് തന്റെ സൈക്കിൾ നൽകിയ സംഭവം പ്രകാശിന്റെ ഉള്ളിൽ ഒരു വലിയ മാറ്റമുണ്ടാക്കി. തന്റെ ചെറിയൊരു സഹായം ഒരാളുടെ ജീവിതത്തിൽ ഇത്ര വലിയ ആശ്വാസം നൽകുമെങ്കിൽ എന്തുകൊണ്ട് ഇത് തുടർന്നുകൂടാ എന്നവൻ ചിന്തിച്ചു. അടുത്ത ദിവസം മുതൽ പ്രകാശൻ തന്റെ കടയുടെ പ്രവർത്തനം തന്നെ മാറ്റിമറിച്ചു. കേവലം കേടുപാടുകൾ തീർക്കുന്ന ഒരു മെക്കാനിക് എന്നതിലുപരി ഉപേക്ഷിക്കപ്പെട്ട സൈക്കിളുകൾക്ക് ജീവൻ നൽകുന്ന ഒരു രക്ഷകനായി അവൻ മാറി. അവൻ സുൽത്താൻ ബത്തേരിയിലെയും പരിസരത്തെയും ആക്രി കടകൾ സന്ദർശിക്കാൻ തുടങ്ങി. ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന തുരുമ്പിച്ച ചക്രങ്ങളും വളഞ്ഞ ഹാൻഡിലുകളുമുള്ള പഴയ സൈക്കിളുകൾ അവൻ കുറഞ്ഞ വിലക്ക് വാങ്ങി തന്റെ കടയിൽ എത്തിച്ചു. പകൽ മുഴുവൻ കടയിലെത്തുന്നവരുടെ സൈക്കിളുകൾ നന്നാക്കി കൊടുക്കും. എന്നാൽ രാത്രിയായാൽ അവൻ തന്റെ ആ ചെറിയ മുറിയിൽ ഉറക്കമൊഴിച്ചിരുന്ന് ഈ പഴയ സൈക്കിളുകളെ പുനർനിർമ്മിക്കും. തുരുമ്പ് വടിച്ചു കളഞ്ഞ് എണ്ണയിട്ട് പുതിയ പെയിന്റ് അടിച്ച് അവൻ അവയെ സുന്ദരമാക്കി മാറ്റി. ഇതിനിടയിൽ ഗ്രാമത്തിലെ സ്കൂൾ കുട്ടികൾക്കിടയിൽ ഒരു വാർത്ത പടർന്നു. സൈക്കിൾ ബായുടെ അടുത്ത് പോയാൽ പഠിക്കാൻ വഴിയില്ലാത്തവർക്ക് സൈക്കിൾ കിട്ടും. അധികം വൈകാതെ തന്നെ ഒരു ദിവസം മറ്റൊരു പെൺകുട്ടി തന്റെ അച്ഛനോടൊപ്പം കടയിലെത്തി. കയ്യിൽ പഴയൊരു ചാക്കുമായി വന്ന ആ അച്ഛൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, പ്രകാശ, എന്റെ മകൾക്ക് സ്കൂളിൽ പോകാൻ ഒരു വഴിയുമില്ല. ബസ് ചാർജ് കൊടുക്കാൻ പോലുമുള്ള വക എന്റെ കയ്യിലില്ല. നീ സഹായിക്കുമെന്ന് കേട്ടു. പ്രകാശൻ ഒന്നും ചോദിച്ചില്ല. തലേ ദിവസം രാത്രി താൻ ശരിയാക്കി വെച്ച ഒരു ചുവന്ന സൈക്കിൾ അവൻ അവൾക്ക് നൽകി. അവളുടെ മുഖത്ത് വിരിഞ്ഞ ആ ചിരി മതിയായിരുന്നു പ്രകാശന് തന്റെ ഉറക്കമില്ലാത്ത രാത്രികളുടെ ക്ഷീണം മാറ്റാൻ. പതുക്കെ പ്രകാശന്റെ കട പെൺകുട്ടികളുടെ ഒരു വിശ്രമ കേന്ദ്രം കൂടിയായി മാറി. ഉച്ചക്ക് സ്കൂൾ വിടുമ്പോൾ ദൂരെയുള്ള ഗ്രാമങ്ങളിലേക്ക് പോകേണ്ട കുട്ടികൾ പ്രകാശന്റെ കടക്കു മുന്നിൽ സൈക്കിൾ നിർത്തും. പ്രകാശൻ അവർക്കായി കരുതി വെച്ച തണുത്ത വെള്ളം കുടിക്കും. ചിലർ അവിടെയിരുന്ന് അല്പനേരം വിശ്രമിക്കും. പ്രകാശൻ ചേട്ടാ, ഇന്ന് സ്കൂളിൽ ഒരു വലിയ പരീക്ഷയുണ്ടായിരുന്നു എന്നും ചേട്ടാ, എന്റെ സൈക്കിളിന്റെ ചെയിൻ അല്പം ലൂസാണ് എന്നുമൊക്കെ പറഞ്ഞ് അവർ അവനെ ചുറ്റിപ്പറ്റി നിന്നു. പ്രകാശൻ അവർക്കെല്ലാം ഒരു ജ്യേഷ്ഠനെ പോലെയായിരുന്നു. എന്നാൽ പ്രകാശന്റെ ഈ വളർച്ച നാട്ടിലെ എല്ലാവർക്കും അത്ര സുഖകരമായിരുന്നില്ല. ഗ്രാമത്തിലെ ചില ചായക്കടകളിൽ പ്രകാശിനെതിരെ അടക്കം പറച്ചിലുകൾ തുടങ്ങി. എന്തിനാണ് ഈ സൈക്കിൾ മെക്കാനിക് പെൺകുട്ടികൾക്ക് ഇങ്ങനെ വഴിവിട്ട് സഹായിക്കുന്നത്? ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ദുരൂഹത കാണില്ലേ? സമൂഹത്തിലെ ചില കുബുദ്ധികൾ ചോദിച്ചു. പക്ഷേ പ്രകാശൻ ഇതൊന്നും അറിഞ്ഞില്ല. അവൻ തന്റെ പണിയിൽ മുഴുകി. അവന് ആകെയുള്ളത് ആ കൊച്ചുമുറിയും ഈ പഴയ സൈക്കിളുകളും പിന്നെ തന്നെ തേടിയെത്തുന്ന ആ കുട്ടികളുടെ നിഷ്കളങ്കമായ സ്നേഹവുമാണ്. ഒരു ദിവസം വൈകുന്നേരം പ്രകാശൻ ഒരു സൈക്കിൾ ടയർ ഒട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടയുടെ മുന്നിൽ ഒരു കറുത്ത കാർ വന്നു നിന്നു. അതിൽ നിന്ന് ഇറങ്ങിയത് ഗ്രാമത്തിലെ അറിയപ്പെടുന്ന ധനികനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം പ്രകാശനെ സൂക്ഷിച്ചു നോക്കി. പ്രകാശ, നീ എന്തിനാണ് ഇങ്ങനെ വെറുതെ സൈക്കിളുകൾ കൊടുക്കുന്നത്? നിനക്ക് ലാഭം വേണ്ടേ? അദ്ദേഹം ചോദിച്ചു. പ്രകാശൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സർ, ലാഭം എന്ന് പറഞ്ഞാൽ അത് പണമായി മാത്രം കിട്ടുന്നതല്ലല്ലോ. ഈ കുട്ടികൾ നാളെ പഠിച്ചു വലിയ ആൾക്കാരാകുമ്പോൾ അവരുടെ വിജയത്തിൽ ഒരു ചെറിയ പങ്കെങ്കിലും എനിക്കുണ്ടാവുക എന്നതല്ലേ ഏറ്റവും വലിയ ലാഭം. പ്രകാശന്റെ ആ മറുപടി കേട്ട് ആ ധനികനൊന്ന് തലയാട്ടി തിരികെ നടന്നു. നന്മ ചെയ്യുന്നവന്റെ വഴി എപ്പോഴും കല്ലും മുള്ളും നിറഞ്ഞതാണെങ്കിലും ആ വഴിയിലൂടെ നടക്കാൻ പ്രകാശൻ ഉറച്ചു കഴിഞ്ഞിരുന്നു. ആ ചെറിയ കടയിൽ നിന്ന് പുറപ്പെട്ട ഓരോ സൈക്കിളും കേരളത്തിന്റെ കുന്നിൻ ചെരുവുകളിലൂടെ ഓടുന്നത് വെറുമൊരു വാഹനമായല്ല, മറിച്ച് പ്രകാശൻ എന്ന സാധാരണക്കാരൻ നൽകുന്ന വലിയൊരു പ്രതീക്ഷയുടെ ചിറകുകളായാണ്. വയനാട്ടിലെ വെയിൽ കായുന്ന ഒരു ഉച്ച സമയം പ്രകാശിന്റെ കടക്ക് മുന്നിൽ
പതിവില്ലാത്ത വിധം ഒരു തിരക്ക് അനുഭവപ്പെട്ടു. സ്കൂൾ വിട്ടുവരുന്ന പെൺകുട്ടികൾ അവരുടെ സൈക്കിളുകളുമായി അവിടെ തിരഞ്ഞു നിൽക്കുകയാണ്. ആരുടെയോ ടയറിൽ കാറ്റില്ല, മറ്റൊരാളുടെ സൈക്കിൾ ബെല്ലടിക്കുന്നില്ല. പ്രകാശൻ വിയർപ്പൊഴുക്കി ഓരോരുത്തരുടെയും പരാതികൾ പരിഹരിക്കുകയാണ്. ആ തിരക്കിനിടയിൽക്കാണ് പതുക്കെ നീങ്ങിക്കൊണ്ടിരുന്ന ഒരു വെളുത്ത ആഡംബര കാർ കടയുടെ തൊട്ടുമുന്നിൽ ബ്രേക്കിട്ട് നിന്നത്. കാറിന്റെ മുൻവശത്തെ ടയർ പൂർണ്ണമായും തറയോട് ഒട്ടിപ്പോയിരുന്നു. അതിൽ നിന്നും സുമുഖനായ ഒരു മധ്യവയസ്കനും അദ്ദേഹത്തിന്റെ ഭാര്യയും താഴെ ഇറങ്ങി. നഗരത്തിലെ വലിയൊരു ബിസിനസ്സുകാരനായ വിനോദ് സാറായിരുന്നു അത്. അവർക്ക് അവിടെ ചുറ്റും കണ്ട കാഴ്ച വിശ്വസിക്കാനായില്ല. ഗ്രീസ് പുരണ്ട കൈകളുമായി ഒരു സാധാരണ മെക്കാനിക് 10-20ഓളം പെൺകുട്ടികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഓരോ കുട്ടിയും പ്രകാശിനെ ചേട്ടാ എന്നും ബായ് എന്നും വിളിച്ച് സ്നേഹത്തോടെ സംസാരിക്കുന്നു. ചിലർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മിഠായി പൊതി അവന് നേരെ നീട്ടുന്നു. എന്താ ഇവിടെ നടക്കുന്നത്? വിനോദ് സാർ അത്ഭുതത്തോടെ തന്റെ ഭാര്യയോട് ചോദിച്ചു. പ്രകാശൻ ഉടനെ വിനോദ് സാറിന്റെ അടുത്തേക്ക് ചെന്നു. ക്ഷമിക്കണം സാർ, ഈ കുട്ടികളുടെ സൈക്കിൾ ഒന്ന് നോക്കുകയായിരുന്നു. സാറിന്റെ ടയർ ഉടനെ ശരിയാക്കാം, അവൻ വിനയത്തോടെ പറഞ്ഞു. ടയർ ശരിയാക്കുന്നതിനിടയിൽ വിനോദ് സാർ ആ പെൺകുട്ടികളിൽ ഒരാളോട് ചോദിച്ചു, മോളെ, എന്തിനാ ഇവിടെ എല്ലാവരും ഇത്ര തിരക്ക് കൂട്ടുന്നത്? ആ പെൺകുട്ടി കണ്ണുകൾ വിടർത്തി പറഞ്ഞു, സാർ, ഇത് ഞങ്ങളുടെ പ്രകാശൻ ചേട്ടനാണ്. ചേട്ടൻ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങളിൽ പലരും ഇന്ന് സ്കൂളിൽ പോവില്ലായിരുന്നു. പണമില്ലാത്തവർക്ക് ചേട്ടൻ സൈക്കിൾ വെറുതെ കൊടുക്കും. ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളും കേൾക്കുന്നത് ചേട്ടനാണ്. വിനോദ് സാർ നെട്ടിപ്പോയി. വെറും ഒരു പഞ്ചർ കടക്കാരൻ ഒരു വലിയ സമൂഹത്തിന്റെ പ്രതീക്ഷയായി മാറുന്നത് അദ്ദേഹം ആദ്യമായാണ് കാണുന്നത്. ടയർ ശരിയാക്കി കഴിഞ്ഞപ്പോൾ വിനോദ് സാർ പ്രകാശിനെ അടുത്തേക്ക് വിളിച്ചു. പ്രകാശ, നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? നിനക്ക് ഇതിൽ നിന്ന് എന്താ കിട്ടുന്നത്? പ്രകാശൻ തന്റെ നെറ്റിയിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് പറഞ്ഞു, സാർ, പണ്ട് എനിക്ക് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യം അനുവദിച്ചില്ല. ഈ പെൺകുട്ടികൾ പഠിച്ച് ഒരു നിലയിൽ എത്തുന്നത് കാണുമ്പോൾ എന്റെ ആഗ്രഹം സാധിക്കുന്നത് പോലെ തോന്നും. അതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട. വിനോദ് സാറിന്റെ മനസ്സ് അലിഞ്ഞു. അദ്ദേഹം പ്രകാശിന്റെ കൈകൾ മുറുകെ പിടിച്ചു. പ്രകാശ, നീ ചെയ്യുന്നത് വലിയൊരു നന്മയാണ്. പക്ഷേ ഇത് വെറും ഒരു സൈക്കിൾ കടയിൽ ഒതുങ്ങേണ്ട ഒന്നല്ല. ഈ കുട്ടികൾക്ക് പഠിക്കാൻ നല്ലൊരു അന്തരീക്ഷം വേണം. അവർക്ക് സയൻസും ഇംഗ്ലീഷും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ? പ്രകാശിന്റെ കണ്ണുകളിൽ ഒരു പുതിയ തിളക്കം കണ്ടു. അതൊക്കെ വേണം സാർ, പക്ഷേ അതിനൊക്കെ ഒരുപാട് പണം വേണ്ടി വരില്ലേ? വിനോദ് സാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പണത്തിന്റെ കാര്യം നീ ആലോചിക്കേണ്ട. നിന്റെ ഈ കടയുടെ അടുത്തുള്ള എന്റെ ഒഴിഞ്ഞ പറമ്പ് കണ്ടില്ലേ? അവിടെ നമുക്കൊരു ചെറിയ കെട്ടിടം പണിയാം. അവിടെ കുട്ടികൾക്ക് സൗജന്യമായി ട്യൂഷൻ കൊടുക്കാം. പാവപ്പെട്ട കുട്ടികൾക്ക് ഒരു അത്താണിയാകണം ആ കേന്ദ്രം. പ്രകാശിന് അത് വിശ്വസിക്കാനായില്ല. തന്റെ സ്വപ്നങ്ങൾക്ക് ചിറകു വെക്കുകയാണോ എന്നവൻ അത്ഭുതപ്പെട്ടു. അടുത്ത ഏതാനും മാസങ്ങൾ പ്രകാശിന്റെ ജീവിതത്തിലെ ഏറ്റവും തിരക്കേറിയ നാളുകളായിരുന്നു. വിനോദ് സാറിന്റെ മേൽനോട്ടത്തിൽ ആ കൊച്ചു ഹാളും ലൈബ്രറിയും പണിതു തീർന്നു. ഒരു സൈക്കിൾ മെക്കാനിക്കിന്റെ കടയുടെ തൊട്ടടുത്ത് അറിവിന്റെ ഒരു പുതിയ ഗോപുരം ഉയർന്നു. ഗ്രാമത്തിലെ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു വിദ്യാകേന്ദ്രം. പ്രകാശൻ തന്റെ കടയിലെ സൈക്കിൾ പണിക്കിടയിൽ ഓടിപ്പോയി ആ കെട്ടിടത്തിന്റെ ഓരോ കല്ലും അടുക്കി വെക്കാൻ സഹായിച്ചു. വിനോദ് സാറിന്റെ വാഗ്ദാനം വെറും വാക്കുകളിൽ ഒതുങ്ങിയില്ല. ആഴ്ചകൾക്കുള്ളിൽ തന്നെ പ്രകാശിന്റെ സൈക്കിൾ കടക്ക് ചേർന്നുള്ള പറമ്പിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രകാശൻ തന്റെ കടയിലെ പണികൾക്കിടയിലും ഓടിച്ചെന്ന് സിമന്റും കല്ലും ചുമക്കാൻ തൊഴിലാളികളെ സഹായിച്ചു. തന്റെ കൺമുന്നിൽ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് അവർ അത്ഭുതത്തോടെ നോക്കി നിന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ വലിയ ജനാലകളുള്ള ഒരു ഹാൾ അവിടെ ഉയർന്നു. അതിന് പ്രകാശൻ വിദ്യാകേന്ദ്രം എന്ന പേരിടാനായിരുന്നു വിനോദ് സാറിന് ഇഷ്ടം. പക്ഷേ പ്രകാശൻ അത് സമ്മതിച്ചില്ല. ഇതേ ഗ്രാമത്തിലെ കുട്ടികളുടേതാണ് സർ, ഇതിനൊരു പൊതുവായ പേര് മതി, അവൻ വിനയത്തോടെ പറഞ്ഞു. കെട്ടിടം തയ്യാറായി. പക്ഷേ അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ ആരുണ്ട്? ഗ്രാമത്തിലെ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് സ്കൂൾ പാഠങ്ങൾക്കപ്പുറം സയൻസും കണക്കും ലളിതമായി പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ഒരാളെ അവർ തിരഞ്ഞു. അങ്ങനെയാണ് സുൽത്താൻ ബത്തേരി ഗവൺമെന്റ് സ്കൂളിലെ സയൻസ് അധ്യാപികയായ കിരൺ ടീച്ചറുടെ പേര് ഉയർന്നു വന്നത്. കുട്ടികളെ സ്നേഹിക്കുന്ന, സാമൂഹിക സേവനത്തിൽ താല്പര്യമുള്ള ടീച്ചറാണെന്ന് വിനോദ് സാറിന് നേരത്തെ തന്നെ അറിയാം. ഒരു വൈകുന്നേരം വിനോദ് സാറും പ്രകാശനും കൂടി ടീച്ചറെ കാണാൻ ചെന്നു. പ്രകാശൻ തന്റെ ഗ്രീസ് പുരണ്ട കൈകൾ പുറകിൽ കെട്ടി വല്ലാത്തൊരു പേടിയോടെയാണ് ടീച്ചറുടെ മുന്നിൽ നിന്നത്. വിനോദ് സാർ കാര്യങ്ങൾ വിശദീകരിച്ചു. ടീച്ചറെ, ഈ പ്രകാശൻ തന്റെ സൈക്കിൾ കടയിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് പാവപ്പെട്ട കുട്ടികൾക്ക് സൈക്കിൾ നൽകുന്നു. അവർക്ക് പഠിക്കാൻ ഒരിടം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ടീച്ചർ വന്ന് അവരെ ഒന്ന് സഹായിക്കണം. പ്രകാശിനെ ടീച്ചർ സൂക്ഷിച്ചു നോക്കി. മുഷിഞ്ഞ വസ്ത്രമാണെങ്കിലും അയാളുടെ കണ്ണുകളിൽ ഒരു വലിയ ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളാനുള്ള തിളക്കമുണ്ടായിരുന്നു. തീർച്ചയായും, ടീച്ചർ പുഞ്ചിരിയോടെ പറഞ്ഞു. പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്കായി സമയം മാറ്റിവെക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. തുടർന്നുള്ള ദിവസങ്ങളിൽ ആ കേന്ദ്രം സജീവമായി. എല്ലാ ദിവസവും വൈകുന്നേരം 4 മണിക്ക് സ്കൂൾ വിട്ടാൽ കുട്ടികൾ കൂട്ടമായി അങ്ങോട്ടെത്തും. കിരൺ ടീച്ചർ അവർക്ക് സയൻസിലെ സങ്കീർണമായ കാര്യങ്ങൾ കഥകളിലൂടെയും ലളിതമായ ഉദാഹരണങ്ങളിലൂടെയും
പാഠങ്ങളിലൂടെയും പഠിപ്പിച്ചു കൊടുത്തു. പ്രകാശൻ ആ ഹാളിന്റെ ഒരു മൂലയിൽ നിന്ന് ഇത് നോക്കി നിൽക്കും. തനിക്ക് കിട്ടാതെ പോയ അറിവിന്റെ ലോകം തന്റെ അനിയത്തിമാർക്ക് ലഭിക്കുന്നത് കാണുമ്പോൾ അവന്റെ മനസ്സ് നിറയും. പതുക്കെ പ്രകാശൻ ആ കേന്ദ്രത്തിന്റെ നെടുംതൂണായി മാറി. കുട്ടികൾക്ക് കുടിക്കാനുള്ള വെള്ളം അവൻ കരുതി വെക്കും. ഹാൾ വൃത്തിയാക്കി കസേരകൾ അടുക്കിയിടും. ടീച്ചർക്ക് ചായ ഇട്ട് കൊടുക്കും. പ്രകാശന്റെ ഈ നിശബ്ദ സേവനം കിരൺ ടീച്ചറെ വല്ലാതെ സ്പർശിച്ചു. പ്രകാശ, നിങ്ങൾ എന്തിനാണ് ഇത്ര അധികം കഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ പണി നോക്കിയാൽ പോരെ? ടീച്ചർ ഒരിക്കൽ ചോദിച്ചു. പ്രകാശൻ വിനയത്തോടെ തല താഴ്ത്തി പറഞ്ഞു, ടീച്ചറെ, എനിക്ക് വലിയ അറിവൊന്നുമില്ല. പക്ഷെ ഈ കുട്ടികൾ പഠിച്ച് വലിയ ആൾക്കാരാകുമ്പോൾ ഈ ലോകം കുറച്ചും കൂടി നല്ലതാകുമെന്ന് എനിക്കറിയാം. ആ മാറ്റത്തിന് ഒരു ചെറിയ കല്ല് വെക്കാൻ എനിക്ക് കഴിയുന്നത് വലിയൊരു ഭാഗ്യമല്ലേ? പ്രകാശന്റെ മറുപടി കേട്ട് ടീച്ചർ സ്തബ്ധയായി നിന്നുപോയി. വലിയ ബിരുദങ്ങൾ ഉള്ളവരെക്കാൾ വലിയ ജീവിത ദർശനം ഈ സാധാരണക്കാരനുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. പ്രകാശനും ടീച്ചറും തമ്മിലുള്ള ആത്മബന്ധം അവിടെ തുടങ്ങുകയായിരുന്നു. ഈ നന്മയുടെ വെളിച്ചം ഗ്രാമത്തിലെ ചിലരുടെ കണ്ണുകളെ അലോസപ്പെടുത്തുന്നുണ്ടായിരുന്നു. വിനോദ് സാറിന്റെ സഹായത്തോടെ പണിതു തീർത്ത ആ ചെറിയ കോച്ചിംഗ് സെന്റർ ഗ്രാമത്തിലെ പെൺകുട്ടികൾക്ക് ഒരു വലിയ ആശ്വാസമായി മാറി. അന്നു മുതൽ ആ കേന്ദ്രത്തിന്റെ രൂപം മാറി. എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ കിരൺ ടീച്ചർ അവിടെ കുട്ടികൾക്ക് സയൻസും കണക്കും പഠിപ്പിച്ചു. കുട്ടികൾക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങൾ ടീച്ചർ ലളിതമായി വിവരിച്ചു കൊടുത്തു. ക്ലാസ് നടക്കുമ്പോൾ പ്രകാശൻ പുറത്ത് കാവൽക്കാരനെ പോലെ ഇരിക്കും. ഇടയ്ക്കവൻ കുട്ടികൾക്കായി കുടിക്കാൻ വെള്ളം കരുതും. ടീച്ചർക്ക് കുടിക്കാൻ അവൻ തന്റെ കടയിൽ പോയി ചായ ഇട്ട് കൊണ്ടുവരും. ആ ചായക്കപ്പിൽ പ്രകാശന്റെ സ്നേഹവും ബഹുമാനവും കലർന്നിരുന്നു. ടീച്ചറും പ്രകാശനും തമ്മിൽ പതുക്കെ ഒരു ആത്മബന്ധം ഉടലെടുത്തു. ടീച്ചർ തന്റെ സ്കൂളിലെ വിശേഷങ്ങൾ പ്രകാശനോട് പങ്കുവെക്കും. പ്രകാശൻ തന്റെ സൈക്കിൾ കടയിലെ കൊച്ചു കൊച്ചു കഥകൾ ടീച്ചറോട് പറയും. പ്രകാശന്റെ സംസാരത്തിലെ നിഷ്കളങ്കതയും സത്യസന്ധതയും ടീച്ചറെ വല്ലാതെ ആകർഷിച്ചു. താൻ കണ്ടിട്ടുള്ള വലിയ ഉദ്യോഗസ്ഥരിലും ധനികരിലും ഇല്ലാത്ത ഒരു തരം മനഃശാന്തി ഈ പാവം മെക്കാനിക്കിൽ ഉണ്ടെന്ന് ടീച്ചർ തിരിച്ചറിഞ്ഞു. പ്രകാശ, നിങ്ങൾ എന്തിനാണ് ഇത്ര അധികം കഷ്ടപ്പെടുന്നത്? അല്പം വിശ്രമിച്ചൂടെ? ടീച്ചർ ഒരിക്കൽ ചോദിച്ചു. ടീച്ചറെ, വിശ്രമിച്ചാൽ എന്റെ ഈ കുട്ടികളുടെ ഭാവി ആരാണ് നോക്കുക? ഈ സൈക്കിളുകൾ ഓടുന്നത് പോലെ എന്റെ ജീവിതവും ഓടിക്കൊണ്ടിരിക്കണം. അപ്പോഴേ എനിക്ക് സമാധാനം കിട്ടൂ. പ്രകാശൻ മറുപടി നൽകി. പ്രകാശന്റെ ഓരോ വാക്കും ടീച്ചറുടെ ഹൃദയത്തിൽ സ്പർശിച്ചു. പുസ്തകങ്ങളിലെ അറിവിനേക്കാൾ വലിയ പാഠങ്ങൾ ഈ മനുഷ്യൻ തന്റെ ജീവിതത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നി. വൈകുന്നേരങ്ങളിൽ വെയിൽ താഴുമ്പോൾ ആ കൊച്ചു ഹാളിന് മുന്നിൽ ടീച്ചറും പ്രകാശനും സംസാരിച്ചു നിൽക്കുന്നത് ഗ്രാമത്തിലെ ഒരു പതിവ് കാഴ്ചയായി മാറി. കിരൺ ടീച്ചറുടെ സാന്നിധ്യം പ്രകാശന്റെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം കൊണ്ടുവന്നു. എന്നാൽ ഈ വെളിച്ചത്തിനു പിന്നാലെ വലിയൊരു നിഴൽ അവരെ പിന്തുടരുന്നുണ്ടെന്ന് അവർ അറിഞ്ഞില്ല. ടീച്ചറുടെ ജീവിതത്തിലെ കൈപ്പേറിയ സത്യങ്ങളും ഗ്രാമത്തിൽ ഉയരാൻ പോകുന്ന അപവാദങ്ങളും ആ നന്മയുടെ കേന്ദ്രത്തെ തകർക്കാൻ ഒരുങ്ങുകയായിരുന്നു. കാലം പതുക്കെ കടന്നുപോയി. കോച്ചിംഗ് സെന്ററിലെ ക്ലാസുകൾ കഴിഞ്ഞ് കുട്ടികളെല്ലാം വീട്ടിലേക്ക് മടങ്ങി. പ്രകാശൻ പതിവ് പോലെ ഹാൾ വൃത്തിയാക്കുകയായിരുന്നു. കിരൺ ടീച്ചർ ജനലിലൂടെ പുറത്തെ തോട്ടങ്ങളിലേക്ക് നോക്കി നിശബ്ദയായി നിന്നു. അന്ന് ടീച്ചറുടെ മുഖത്ത് പതിവുള്ള ആ തെളിച്ചമില്ലായിരുന്നു. കണ്ണുകളിൽ എന്തോ ഒരു വലിയ ഭാരം ഒളിപ്പിച്ചു വെച്ചതുപോലെ പ്രകാശിന് തോന്നി. പ്രകാശൻ മെല്ലെ അടുത്ത് ചെന്ന് ഒരു ഗ്ലാസ് ചൂട് ചായ ടീച്ചർക്ക് നേരെ നീട്ടി. ടീച്ചറെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇന്ന് ക്ലാസ്സിൽ ടീച്ചർ സംസാരിച്ചതേയില്ല. അവൻ ആകുലതയോടെ ചോദിച്ചു. ടീച്ചർ ആ ചായക്കപ്പ് വാങ്ങി കയ്യിൽ പിടിച്ചു. പക്ഷെ കുടിച്ചില്ല. ഒരു നെടുവീർപ്പോടെ അവർ പ്രകാശിനെ നോക്കി. പ്രകാശ, ഈ ലോകത്ത് എല്ലാവർക്കും നമ്മളെ പോലെ ഒരു നല്ല മനസ്സ് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ടീച്ചറുടെ വാക്കുകളിലെ ഇടർച്ച പ്രകാശിനെ വേദനിപ്പിച്ചു. ടീച്ചറുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ പതുക്കെ ചോദിച്ചു. അതുവരെ ഉള്ളിൽ അമർത്തി വെച്ചിരുന്ന സങ്കടം ഒരു അണക്കെട്ട് പൊട്ടിയതുപോലെ പുറത്തു വന്നു. ടീച്ചർ തന്റെ ജീവിതകഥ പ്രകാശിനോട് ആദ്യമായി തുറന്നു പറഞ്ഞു. പുറമേ കാണുന്ന ആ പ്രശസ്തിക്കും പദവിക്കും പിന്നിൽ വലിയൊരു ശൂന്യത ഉണ്ടായിരുന്നു. ടീച്ചറുടെ ഭർത്താവ് വലിയൊരു ഉദ്യോഗസ്ഥനാണ്. പക്ഷേ സ്നേഹമില്ലാത്ത ഒരു മനുഷ്യനാണ്. മദ്യപാനവും ക്രൂരമായ പെരുമാറ്റവും കാരണം ടീച്ചറുടെ ജീവിതം ഒരു നരകമായി മാറിയിരുന്നു. സമൂഹത്തിൽ വലിയ നിലയുള്ള ഒരാളുടെ ഭാര്യയാണ് ഞാൻ. പക്ഷേ ആ വീട്ടിൽ എനിക്കൊരു വിലയുമില്ല പ്രകാശ. പണവും പദവിയും ഉണ്ടെങ്കിൽ എല്ലാം കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. എന്റെ ഈ സാമൂഹിക പ്രവർത്തനങ്ങളോ സ്കൂളിലെ കുട്ടികളോ ഒന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. എന്നും വഴക്കാണ്. ടീച്ചർ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. പ്രകാശൻ സ്തംഭിച്ചുപോയി. താൻ ഒരു ദൈവത്തെ പോലെ ആരാധിക്കുന്ന ടീച്ചറുടെ ജീവിതം ഇത്രമാത്രം കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പ്രകാശൻ തന്റെ ഗ്രീസ് പുരണ്ട കൈകൾ കൊണ്ട് കണ്ണുനീർ തുടക്കാൻ ആണെങ്കിലും പെട്ടെന്ന് കൈ പിൻവലിച്ചു. തന്റെ അശുദ്ധമായ
പവിത്രമായ കൈകൾ ടീച്ചറുടെ പരിശുദ്ധമായ മുഖത്ത് തൊടുന്നത് തെറ്റാണെന്ന് അവന് തോന്നി. ടീച്ചർ, പണമല്ലല്ലോ മനുഷ്യനെ വലുതാക്കുന്നത്. ടീച്ചർ ചെയ്യുന്ന ഈ പുണ്യം ഒരിക്കലും വെറുതെ ആവില്ല. ഈ കുട്ടികളുടെ പ്രാർത്ഥന ടീച്ചറുടെ കൂടെയുണ്ടാകും. പ്രകാശൻ സമാധാനിപ്പിച്ചു. ടീച്ചർ പ്രകാശിനെ നോക്കി പുഞ്ചിരിച്ചു. പ്രകാശ, നിങ്ങളെ കാണുമ്പോഴാണ് എനിക്ക് ജീവിക്കാൻ തോന്നുന്നത്. ഒന്നുമില്ലാതിരുന്നിട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എത്രമാത്രം സന്തോഷം നൽകുന്നു. പക്ഷെ എന്റെ വീട്ടിൽ എല്ലാം ഉണ്ടായിട്ടും സമാധാനമില്ല. പ്രകാശിന്റെ നിഷ്കളങ്കമായ വാക്കുകൾ ടീച്ചർക്ക് വലിയൊരു ആശ്വാസമായി. തനിക്ക് മനസ്സ് തുറക്കാൻ ഒരാളുണ്ടെന്ന തോന്നൽ അവരെ കൂടുതൽ ശക്തിയാക്കി. എന്നാൽ ഈ സൗഹൃദം ഗ്രാമത്തിലെ ചില കണ്ണ് കടിക്കുന്നവർക്ക് സഹിക്കാനായില്ല. ടീച്ചർ സ്കൂൾ കഴിഞ്ഞ് എന്നും പ്രകാശിന്റെ കൂടെ സമയം ചെലവഴിക്കുന്നത് പലരും തെറ്റായ രീതിയിൽ കാണാൻ തുടങ്ങി. ടീച്ചറുടെ ഭർത്താവിന്റെ ചെവിയിലും ഈ വാർത്തകൾ എത്തിത്തുടങ്ങി. ഒരു സൈക്കിൾ മെക്കാനിക്കിന്റെ കൂടെ ഭാര്യ എന്തിനാണ് ഇത്രയധികം സമയം കളയുന്നത് എന്ന ചിന്ത അയാളിൽ പക ജനിപ്പിച്ചു. നന്മയുടെ ആ കൊച്ചു കേന്ദ്രത്തിനുമേൽ കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടുകയായിരുന്നു. പ്രകാശിന്റെയും ടീച്ചറുടെയും ജീവിതം തകർക്കാൻ ഒരു വലിയ കൊടുങ്കാറ്റ് ഒരുങ്ങുന്നുണ്ട്. വയനാടൻ കുന്നുകളിൽ കാലവർഷം കനത്തു പെയ്യാൻ തുടങ്ങിയ ഒരു കർക്കിടക മാസമായിരുന്നു അത്. പ്രകാശിന്റെ സൈക്കിൾ കടക്ക് മുന്നിലെ വഴി ചളി നിറഞ്ഞു കിടന്നു. പതിവ് പോലെ കുട്ടികൾ ട്യൂഷൻ സെന്ററിൽ വരുന്നുണ്ടായിരുന്നുവെങ്കിലും ഗ്രാമത്തിലെ അന്തരീക്ഷത്തിൽ എന്തോ ഒരു മാറ്റം പ്രകാശൻ ശ്രദ്ധിച്ചു. ആളുകൾ തന്നെ കാണുമ്പോൾ മുഖം തിരിക്കുന്നു. കടയുടെ മുന്നിലൂടെ പോകുന്നവർ പരസ്പരം നോക്കി കുശുകുശുക്കുന്നു. താൻ ഇത്രയും കാലം സ്നേഹിച്ച നാട്ടുകാർ തന്നെ ഒരു അപരിചിതനെ പോലെ നോക്കുന്നത് പ്രകാശിനെ വല്ലാതെ വേദനിപ്പിച്ചു. സത്യത്തിൽ കിരൺ ടീച്ചറുടെ ഭർത്താവ് കരുതി കൂട്ടിയുള്ള ഒരു വലിയ ചതിക്ക് തുടക്കമിട്ടിരുന്നു. തന്റെ പദവിയും പണവും ഉപയോഗിച്ച് അയാൾ പ്രകാശിനെ തകർക്കാൻ തീരുമാനിച്ചു. ടീച്ചർ ഒരു സൈക്കിൾ മെക്കാനിക്കിന്റെ കൂടെ സമയം ചെലവഴിക്കുന്നത് അയാൾക്ക് സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു. അയാൾ നാട്ടിലെ ചില ഗുണ്ടകൾക്ക് പണം നൽകി പ്രകാശിനെതിരെ നീചമായ കഥകൾ മെനഞ്ഞുണ്ടാക്കി. ഈ സൈക്കിൾ ബായ് വെറും ഒരു മെക്കാനിക് അല്ല, അയാൾക്ക് മോശം സ്വഭാവമുണ്ട്. പാവപ്പെട്ട കുട്ടികളെ വഴിതെറ്റിക്കാനാണ് അയാൾ ഈ സെന്റർ നടത്തുന്നത്. കിരൺ ടീച്ചറെ അയാൾ വശത്താക്കിയിരിക്കുകയാണ്. ഈ രീതിയിലുള്ള അശ്ലീലമായ നോട്ടീസുകൾ ഗ്രാമത്തിലെ മതിലുകളിൽ പ്രത്യക്ഷപ്പെട്ടു. സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ പ്രകാശിന്റെയും ടീച്ചറുടെയും ഫോട്ടോകൾ വെച്ച് മോശമായ രീതിയിലുള്ള പോസ്റ്റുകൾ പ്രചരിച്ചു. ഒരു ദിവസം രാവിലെ പ്രകാശൻ കട തുറന്നപ്പോൾ കണ്ടത് ഭിത്തിയിൽ ആരോ കരിവാരി തേച്ചിരിക്കുന്നതാണ്. കാമുകൻ പ്രകാശൻ എന്ന വലിയ അക്ഷരത്തിൽ അവിടെ എഴുതി വെച്ചിരുന്നു. പ്രകാശൻ സ്തംഭിച്ചുപോയി. താൻ സ്വന്തം അനിയത്തിമാരെ പോലെ കണ്ട കുട്ടികളുടെയും ദൈവത്തെ പോലെ ആരാധിക്കുന്ന ടീച്ചറുടെയും പേര് ഇത്തരത്തിൽ ചളിയിൽ വലിച്ചെടുക്കപ്പെടുന്നത് അവന് സഹിക്കാനായില്ല. അന്ന് വൈകുന്നേരം സെന്ററിലേക്ക് കുട്ടികളുടെ വരവ് കുറഞ്ഞു. വന്നവർ തന്നെ പേടിയോടെയാണ് പ്രകാശിനെ നോക്കിയത്. രണ്ട് രക്ഷിതാക്കൾ പ്രകാശിന്റെ കടയിലെത്തി അവനെ പരസ്യമായി അധിക്ഷേപിച്ചു. നീ എന്തിനാണ് എന്റെ മകളെ ഇവിടെ വിളിക്കുന്നത്? നിന്റെ ഉദ്ദേശം ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി എന്റെ കുട്ടി ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞ് അവർ മകളെ വലിച്ചഴിച്ചു കൊണ്ടുപോയി. പ്രകാശൻ കൈകൂപ്പി കരഞ്ഞു പറഞ്ഞു, ദൈവത്തെ ഓർത്ത് എന്നെ വിശ്വസിക്കൂ, ഞാൻ അങ്ങനെ ഒരാളല്ല. പക്ഷെ ആരും കേട്ടില്ല. ടീച്ചർ വൈകുന്നേരം സെന്ററിൽ എത്തിയപ്പോൾ കണ്ടത് ശൂന്യമായ ഹാളും തകർന്നിരിക്കുന്ന പ്രകാശിനെയുമാണ്. ടീച്ചറുടെ മുഖത്തും സങ്കടമുണ്ടായിരുന്നു. പ്രകാശ, ഇതെന്റെ ഭർത്താവിന്റെ പണിയാണ്. എന്നെ തകർക്കാൻ വേണ്ടിയാണ് അയാൾ നിങ്ങളെ ക്രൂശിക്കുന്നത്. ടീച്ചർ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ടീച്ചറെ, എന്റെ പേര് ചീത്തയായാലും സാരമില്ല. പക്ഷേ ടീച്ചറുടെ അന്തസ് കളയാൻ ഞാൻ കാരണമായല്ലോ, പ്രകാശൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. തന്റെ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത പ്രകാശൻ ഒരു നിമിഷം കൊണ്ട് താൻ ഒരു കുറ്റവാളിയായി മാറിയത് താങ്ങാൻ കഴിഞ്ഞില്ല. ഗ്രാമവാസികൾ അവനെ ഒറ്റപ്പെടുത്തി. കടയിൽ പണിക്കാരും വരാതെയായി. സൈക്കിൾ ബായ് എന്ന വിളി മാറി. ആ മെക്കാനിക് എന്ന പരിഹാസമായി അത് മാറി. നന്മയുടെ ആ വിളക്ക് അണയാൻ തുടങ്ങുകയായിരുന്നു. സത്യം തോറ്റുപോകുമോ എന്ന് പ്രകാശൻ ഭയപ്പെട്ടു. വയനാടൻ കുന്നുകളിൽ മഴ തോരാതെ പെയ്തുകൊണ്ടിരുന്നു. പ്രകാശിന്റെ സൈക്കിൾ കടക്കു മുന്നിൽ വല്ലാത്തൊരു ശ്മശാന മൂകതം തളം കെട്ടിനിന്നു. ഒരു കാലത്ത് കുട്ടികളുടെ ചിരിയും സൈക്കിൾ ബെല്ലുകളുടെയും ശബ്ദവും കൊണ്ട് നിറഞ്ഞിരുന്ന ആ പ്രദേശം ഇന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നു. കടയുടെ ഭിത്തിയിൽ പതിച്ചിരുന്ന അശ്ലീലമായ പോസ്റ്റുകൾ മഴ നനഞ്ഞ് കുതിർന്നു കിടന്നു. പ്രകാശൻ കടക്കുള്ളിലെ ഇരുട്ടിൽ തളർന്നിരുന്നു. തന്റെ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ശ്രമിച്ച തനിക്ക് ഇത്രമൊരു വിധി വരുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. നാട്ടുകാർ അവനെ കാണുമ്പോൾ തുപ്പുന്നു. ചായക്കടകളിൽ അവനെക്കുറിച്ച് മോശമായ കഥകൾ മെനയുന്നു. ഏറ്റവും വലിയ വേദന, താൻ സ്വന്തം സഹോദരിമാരെ പോലെ സ്നേഹിച്ച പെൺകുട്ടികൾ പോലും അച്ഛന്മാരുടെ പേടി കാരണം തന്റെ കടയുടെ മുന്നിലൂടെ പോകുമ്പോൾ തല താഴ്ത്തി നടക്കുന്നു എന്നതാണ്. പ്രകാശിന്റെ മനസ്സ് തകർന്നു പോയി. ദൈവമേ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അവൻ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. എന്നാൽ കിരൺ ടീച്ചർ അത്ര എളുപ്പത്തിൽ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. തന്റെ ഭർത്താവിന്റെ ക്രൂരമായ വിനോദമാണ് ഒരു പാവ മനുഷ്യന്റെ ജീവിതം തകർക്കുന്നതെന്ന് അവർക്ക് നന്നായി അറിയാം. ടീച്ചർ തന്റെ
സ്കൂളിലെ സഹപ്രവർത്തകരെയും വിനോദ് സാറിനെയും വിവരമറിയിച്ചു. വിനോദ് സാർ ഉടനെ തന്നെ തന്റെ സ്വാധീനം ഉപയോഗിച്ച് അന്വേഷണം നടത്തി. നോട്ടീസുകൾ അടിച്ച പ്രസ്സും അത് വിതരണം ചെയ്യാൻ പണം വാങ്ങിയ ഗുണ്ടകളെയും അദ്ദേഹം കണ്ടെത്തി. ഒരു വൈകുന്നേരം ഗ്രാമത്തിലെ വായനശാലയ്ക്ക് മുന്നിൽ ഒരു വലിയ യോഗം ചേർന്നു. വിനോദ് സാറും കിരൺ ടീച്ചറും അവിടെ എത്തി. നാട്ടുകാർ സംശയത്തോടെ അവരെ നോക്കി. വിനോദ് സാർ തെളിവുകൾ ഓരോന്നായി നിരത്തി. നോട്ടീസ് അടിക്കാൻ പണം നൽകിയത് ടീച്ചറുടെ ഭർത്താവാണെന്ന് തെളിയിക്കുന്ന രേഖകൾ അദ്ദേഹം പുറത്തുവിട്ടു. കൂടാതെ പ്രകാശിനെതിരെ സാക്ഷി പറയാൻ പണം വാങ്ങിയ 2 യുവാക്കളെ വിനോദ് സർ അവിടെ ഹാജരാക്കി. നാട്ടുകാരുടെ മുന്നിൽ അവർ കുറ്റം ഏറ്റു പറഞ്ഞു. ഞങ്ങൾ പണത്തിനു വേണ്ടിയാണ് പ്രകാശൻ ചേട്ടനെതിരെ കള്ളം പറഞ്ഞത്. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് കേട്ടതും നാട്ടുകാർ സ്തംഭിച്ചുപോയി. തങ്ങൾ ഇത്രയും കാലം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത സൈക്കിൾ ബായിയെ വെറുതെ സംശയിച്ചതിൽ അവർക്ക് കുറ്റബോധം തോന്നി. പതുക്കെ ഓരോരുത്തരായി പ്രകാശിന്റെ കടയിലേക്ക് നടന്നു. പ്രകാശൻ അപ്പോഴും ഇരുട്ടിൽ തലയിൽ കൈവച്ചിരിക്കുകയായിരുന്നു. ഗ്രാമത്തിലെ മുതിർന്ന ഒരാൾ അവന്റെ ചുമരിൽ കൈവച്ചു. പ്രകാശ, ഞങ്ങളോട് ക്ഷമിക്ക്. പണക്കാരുടെ കളിയിൽ ഞങ്ങൾ നിന്നെ തിരിച്ചറിയാൻ വൈകിപ്പോയി. പ്രകാശൻ കണ്ണു തുടച്ച് എഴുന്നേറ്റു. അവൻ ആരോടും പരാതി ഉണ്ടായിരുന്നില്ല. കിരൺ ടീച്ചർ അപ്പുറത്തു നിന്ന് നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. താൻ ജയിച്ചതിനേക്കാൾ വലിയ സന്തോഷം പ്രകാശിന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടതിലാണെന്ന് അവർക്ക് തോന്നി. ആ രാത്രി പ്രകാശൻ ഒരുപാട് കരഞ്ഞു. പക്ഷെ അത് സങ്കടം കൊണ്ടായിരുന്നില്ല. തന്റെ ചുറ്റുമുള്ള ലോകം വീണ്ടും തെളിഞ്ഞു കാണുന്നതിന്റെ ആശ്വാസമായിരുന്നു അത്. അടുത്ത ദിവസം രാവിലെ തന്നെ ട്യൂഷൻ സെന്റർ വീണ്ടും തുറന്നു. കുട്ടികൾ പതിവിലും കൂടുതൽ ആവേശത്തോടെ അങ്ങോട്ടെത്തി. പ്രകാശിന്റെ കൈകൾ വീണ്ടും ഗ്രീസ് പുരണ്ട് സജീവമായി. പക്ഷെ ഈ സംഭവങ്ങൾ പ്രകാശിന്റെയും ടീച്ചറുടെയും ഉള്ളിൽ ഒരു വലിയ മാറ്റമുണ്ടാക്കി. തങ്ങൾ പരസ്പരം എത്രമാത്രം വിലമതിക്കുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞു. ടീച്ചർ തന്റെ ഭർത്താവിൽ നിന്ന് നിയമപരമായി വേർപിരിയാൻ അപേക്ഷ നൽകി. തനിക്ക് വേണ്ടത് ആഡംബരങ്ങളല്ല, മറിച്ച് പ്രകാശിനെ പോലെയുള്ള ഒരു മനുഷ്യന്റെ സ്നേഹവും ബഹുമാനവുമാണെന്ന് അവർ ഉറപ്പിച്ചു. സൗഹൃദത്തിനും ബഹുമാനത്തിനപ്പുറം മറ്റൊരു വികാരം അവർക്കിടയിൽ വളരുന്നുണ്ടായിരുന്നു. പ്രകാശൻ അത് ഭയത്തോടെയാണ് കണ്ടത്. ടീച്ചറെ, നിങ്ങളൊരു വലിയ ഉദ്യോഗസ്ഥന്റെ മകളാണ്. നല്ല ജോലിയുണ്ട്. ഞാൻ വെറും ഒരു മെക്കാനിക്. നമ്മുടെ ലോകങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, പ്രകാശൻ പറഞ്ഞു. പക്ഷെ ടീച്ചർ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. പ്രകാശ, ലോകം അളക്കുന്നത് പണം കൊണ്ടാണ്, പക്ഷെ ഞാൻ അളക്കുന്നത് മനുഷ്യത്വം കൊണ്ടാണ്. നിങ്ങളെക്കാൾ വലിയൊരു മനുഷ്യനെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള ആ കൊച്ചു ഗ്രാമത്തിൽ അന്ന് പതിവില്ലാത്ത ഒരു ഉണർവ് അനുഭവപ്പെട്ടു. പ്രകാശിന്റെ സൈക്കിൾ കടക്ക് മുന്നിൽ അന്ന് ഗ്രീസും ഓയിലും പുരണ്ട പഴയ ടയറുകൾക്ക് പകരം പൂക്കൾ തൂക്കിയിരുന്നു. വായനശാലക്കടുത്തുള്ള ആ ചെറിയ ഹാൾ, അതായത് അവരുടെ ട്യൂഷൻ സെന്റർ, അന്ന് വധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി നിന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ പ്രകാശിന്റെയും കിരൺ ടീച്ചറുടെയും ജീവിതത്തിലെ വലിയ പരീക്ഷണങ്ങളുടേതായിരുന്നു. അപവാദങ്ങളുടെയും ചതിയുടെയും കരിനിഴലുകൾ നീങ്ങി സത്യം പുറത്തു വന്നപ്പോൾ ആ ഗ്രാമം ഒന്നടക്കം പ്രകാശിനോട് മാപ്പ് പറഞ്ഞു. കിരൺ ടീച്ചർ തന്റെ കറുത്ത മുൻകാല ജീവിതത്തിൽ നിന്ന് നിയമപരമായി മോചനം തേടിയിരുന്നു. സമൂഹത്തിന്റെ കണ്ണിലെ പദവിയേക്കാൾ പ്രകാശിന്റെ ഹൃദയത്തിലെ നന്മക്കാണ് താൻ വില നൽകുന്നതെന്ന് ടീച്ചർ ഉറപ്പിച്ചു പറഞ്ഞു. ആ ലളിതമായ വിവാഹ ചടങ്ങിൽ വലിയ ആഡംബരങ്ങളോ ബഹളങ്ങളോ ഉണ്ടായിരുന്നില്ല. വിനോദ് സാറും ഭാര്യയും മുന്നിൽ നിന്ന് എല്ലാം നടത്തിക്കൊടുത്തു. പ്രകാശൻ തന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറി ഒരു വെള്ള മുണ്ടും ഷർട്ടും ധരിച്ചു. അവന്റെ മുഖത്ത് വിരിഞ്ഞ ആ നാണം കലർന്ന പുഞ്ചിരി കണ്ടപ്പോൾ അവിടെ കൂടിയിരുന്ന 100-ലധികം പെൺകുട്ടികളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഞങ്ങളുടെ സൈക്കിൾ ബൈക്ക് ഒടുവിൽ സ്വന്തമെന്ന് പറയാൻ ഒരാളെ കിട്ടിയിരിക്കുന്നു. കിരൺ ടീച്ചർ ഒരു ലളിതമായ കേരള സാരി എടുത്ത് പ്രകാശിന്റെ അരികിൽ വന്നു നിന്നു. പ്രകാശൻ ടീച്ചറുടെ കഴുത്തിൽ താലി ചാർത്തിയപ്പോൾ ആ ഹാളിൽ കയ്യടികൾ മുഴങ്ങി. തന്റെ ജീവിതം മുഴുവൻ മറ്റുള്ളവരുടെ സൈക്കിൾ ചക്രങ്ങൾ നന്നാക്കാൻ ചിലവഴിച്ച പ്രകാശിന്റെ ജീവിത ചക്രം അന്നു മുതൽ പുതിയൊരു ദിശയിലേക്ക് തിരിഞ്ഞു. കല്യാണം കഴിഞ്ഞെങ്കിലും അവർ തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടു പോയില്ല. പ്രകാശൻ പതിവ് പോലെ രാവിലെ കട തുറന്നു. പക്ഷെ ഇപ്പോൾ അവൻ ഉച്ചഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ കിരൺ ടീച്ചർ കൂടെയുണ്ട്. വൈകുന്നേരങ്ങളിൽ അവർ രണ്ടുപേരും ചേർന്ന് സെന്ററിൽ കുട്ടികളെ പഠിപ്പിച്ചു. വിനോദ് സാറിന്റെ സഹായത്തോടെ ആ കൊച്ചു ഹാൾ ഇന്നൊരു വലിയ വിദ്യാലയമായി മാറി. അതിനോടൊപ്പം ഒരു ചെറിയ വായനശാലയും കമ്പ്യൂട്ടർ ലാബും അവിടെ ഉയർന്നു. വയനാട്ടിലെ തോട്ടം തൊഴിലാളികളുടെയും പാവപ്പെട്ട കർഷകരുടെയും മക്കൾ അവിടെ വന്ന് സൗജന്യമായി അറിവ് നേടി. പ്രകാശൻ പഴയ സൈക്കിളുകൾ വാങ്ങി നന്നാക്കി കുട്ടികൾക്ക് നൽകുന്നത് ഇപ്പോഴും തുടർന്നു. പക്ഷെ ഇപ്പോൾ ഒരു മാറ്റമുണ്ട്. പഠനം പൂർത്തിയാക്കി വലിയ ജോലികൾ കിട്ടിയ പഴയ വിദ്യാർത്ഥിനികൾ പ്രകാശന്റെ കടയിലേക്ക് പുതിയ സൈക്കിളുകൾ വാങ്ങി സംഭാവനയായി നൽകാറുണ്ട്. വർഷങ്ങൾക്കിപ്പുറം ആ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു പെൺകുട്ടി കളക്ടറായി ചാർജ് എടുത്ത വാർത്ത പത്രങ്ങളിൽ വന്നു.
ഉണ്ടായിരുന്നു. അവൾ ആദ്യം ഓടിയെത്തിയത് പ്രകാശിന്റെ ആ ചെറിയ സൈക്കിൾ കടയിലേക്കായിരുന്നു. തന്റെ ഔദ്യോഗിക വാഹനത്തിൽ നിന്നിറങ്ങി അവൾ ആ പഴയ മെക്കാനിക്കിന്റെ പാദങ്ങളിൽ തൊട്ട് വന്ദിച്ചു. പ്രകാശിന്റെ കണ്ണുകൾ അന്ന് ആനന്ദം കൊണ്ട് നിറഞ്ഞു തുളുമ്പി. പ്രകാശൻ ചേട്ടാ, അന്ന് ചേട്ടൻ ആ പഴയ സൈക്കിൾ എനിക്ക് തന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ വരെ എത്തില്ലായിരുന്നു, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ഇന്ന് ആ ഗ്രാമത്തിൽ പ്രകാശൻ വെറും ഒരു മെക്കാനിക് മാത്രമല്ല, ഒരു വലിയ വിപ്ലവത്തിന്റെ വിത്തുപാകിയ മനുഷ്യനാണ്. കിരൺ ടീച്ചറും പ്രകാശനും ചേർന്ന് പാവപ്പെട്ട കുട്ടികൾക്കായി ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. അവരുടെ സ്നേഹത്തിൽ വരുന്ന ഒരു പെൺകുട്ടി ഇന്ന് ആ വിദ്യാലയത്തിലെ കുട്ടികൾക്കിടയിൽ വളർന്നു. അവൾക്ക് അവർ പ്രഭ എന്ന് പേരിട്ടു. മനുഷ്യന്റെ മഹത്വം അവന്റെ ജാതിയിലോ മതത്തിലോ പണത്തിലോ പദവിയിലോ അല്ല, മറിച്ച് അവൻ ചെയ്യുന്ന കർമ്മങ്ങളിലാണെന്ന് പ്രകാശൻ തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. സ്വാർത്ഥതയില്ലാത്ത സേവനം ഒരിക്കലും വെറുതെയാവില്ല എന്ന വലിയ സത്യം ആ ഗ്രാമത്തിലെ ഓരോ സൈക്കിൾ ബെല്ലിലും ഇന്നും മുഴങ്ങി കേൾക്കുന്നു. പ്രകാശനും കിരൺ ടീച്ചറും ഇന്നും ആ കൊച്ചു കടയിലും വിദ്യാലയത്തിലും സജീവമാണ്. പാവപ്പെട്ട ഓരോ പെൺകുട്ടിയും പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കുന്നത് കാണുന്നതാണ് തങ്ങളുടെ ഏറ്റവും വലിയ പുണ്യമെന്ന് അവർ വിശ്വസിക്കുന്നു.